കാഞ്ഞങ്ങാട് നിന്നും കർണാടകയിലേക്കുള്ള ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് പാണത്തൂർ. 12,000 ആളുകൾ പാണത്തൂർ നഗരത്തിൽ താമസിക്കുന്നു. കാഞ്ഞങ്ങാട് നിന്നും 42 കിലോമീറ്റർ ദൂരമുണ്ട്. ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് നിന്നും 53 കിലോമീറ്റർ ദൂരമുണ്ട്. പാണത്തൂർ ഒരു ഫോറസ്റ്റ് സിറ്റിയാണ്. 3 ഭാഗത്തും റിസർവ് വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പാണത്തൂർ നഗരം. കുടുംബൂർ നദി പാണത്തൂർ നഗരത്തിൻ്റെ അടുത്തുകൂടി ഒഴുകുന്നു. പനത്തടി പഞ്ചായത്തിലാണ് പാണത്തൂർ നഗരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പനത്തടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് പനത്തടിയും പാണത്തൂരും കോളിച്ചാലും. കേരളവും കർണാടകവും തമ്മിലുള്ള അതിർത്തി നിശ്ചയിക്കുന്നത് പാണത്തൂരിനടുത്ത മഞ്ഞനടുക്കം പുഴയാണ്. പല ഭാഷകൾ സംസാരിക്കുന്നവർ പാണത്തൂരിൽ താമസിക്കുന്നു. മലയാളവും കന്നഡയും തുളുവും കൊങ്കണിയും സംസാരിക്കുന്നവർ ഇവിടെയുണ്ട്. മറാഠി സംസാരിക്കുന്ന ആദിവാസികൾ ഇവിടെ ധാരാളമായി താമസിക്കുന്നു. അവർക്ക് പ്രത്യേകമായ സംസ്കാരവും ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ചെറുവർ, മാവിലർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും പാണത്തൂരിൽ താമസിക്കുന്നുണ്ട്. കർണാടകയിൽ പെട്രോളിന് വിലക്കുറവുള്ളതുകൊണ്ട് ധാരാളം ആളുകൾ പാണത്തൂരിൽ വന്ന് അതിർത്തി മുറിച്ചു കടന്ന് പെട്രോൾ അടിച്ച് തിരിച്ചു പോകുന്നു. പാണത്തൂരിലെ ജനങ്ങൾ പൊതുവെ വളരെ ആക്റ്റീവാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാസാഹിത്യ പരിപാടികളിലും മുന്നോട്ട് വരുവാൻ ധാരാളം ആളുകൾ ഇവിടെ തയ്യാറാവുന്നുണ്ട്. ഒരു നഗരമാണെങ്കിലും ഗ്രാമീണ ശൈലിയിലുള്ള സ്നേഹവും സാഹോദര്യവും പാണത്തൂർ നഗരത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ഭക്ഷണശാലകൾ പാണത്തൂർ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെയുള്ള ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായി തോന്നുന്നു. ബേക്കറികൾ തന്നെ 2-ലധികമുണ്ട്. കൂൾബാറുകളും കോഫി ഷോപ്പുകളും വേറെയുമുണ്ട്. തണുത്ത കാലാവസ്ഥയാണെങ്കിലും കൂൾബാറുകൾ സന്ദർശിക്കുവാൻ പാണത്തൂർക്കാർ ഇഷ്ടപ്പെടുന്നു. തേജസ്വിനി റെസ്റ്റോറൻറ്റിൽ പൊറോട്ടയും ചോറും മറ്റ് ഡിന്നർ വിഭവങ്ങളും ലഭിക്കും. കാഞ്ഞങ്ങാട് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ രുചിയുള്ള ഭക്ഷണം ഇവിടെ ലഭിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ വനിതാ ഹോട്ടലിൽ നിന്ന് കഴിച്ച മികച്ച ദോശയുടെയും ചട്ടണിയുടെയും രുചി ഇപ്പോഴും നാവിൽ നിന്ന് അകന്നു പോയിട്ടില്ല. രാവിലെ നേരത്തെ തുറക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കുടുംബശ്രീയുടെ വനിതാ ഹോട്ടൽ. അതുപോലെ മറ്റനേകം റെസ്റ്റോറൻറ്റുകളും പാണത്തൂർ നഗരത്തിൽ ചിതറിക്കിടക്കുന്നു. കൂടുതലും ചായക്കടകളും തട്ടുകടകളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാർഷിക പ്രധാനമായ ഒരു നഗരമാണ് പാണത്തൂർ. കശുവണ്ടിയും റബ്ബറും തെങ്ങും കവുങ്ങും കുരുമുളകും റംബൂട്ടാനും വാഴയും പൈനാപ്പിളും വാനിലയും നല്ലപോലെ വളരുന്നു. ധാരാളം പാലുൽപാദനവും ഇവിടെ നടക്കുന്നുണ്ട്. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന് 5400 ഏക്കറയോളം ഭൂമി പാണത്തൂരിൽ സ്വന്തമായിട്ടുണ്ട്. ധാരാളം പ്രൈമറി സ്കൂളുകളും പാണത്തൂരിലും പരിസരങ്ങളിലുമുണ്ട്. വളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിനു പുറമെ സെൻറ്റ് മേരീസ് സ്കൂളും മികച്ച ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നൽകുന്നു. സെൻറ്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചെറുപനന്തടിയിൽ ഉണ്ട്. കുറേയധികം കുട്ടികൾ രാജപുരത്തുള്ള സെൻറ്റ് പയസ് 10th കോളേജിൽ പോയി പഠിക്കുന്നു. അതുപോലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലും പഠിക്കുന്നവരുണ്ട്. മുസ്ലിം കുട്ടികൾ മുനവ്വറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ മതപഠനാവശ്യാർത്ഥം ചേരുന്നുണ്ട്. പാണത്തൂരിലെ ധാരാളം കുട്ടികൾ മൈസൂരിലും ബാംഗ്ലൂരിലും പഠിക്കുന്നുണ്ട്. പാണത്തൂർ സ്വദേശിനിയായ നമിത ബാബു 1ാം റാങ്കോടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മൈക്രോബയോളജി പാസ്സായിട്ടുണ്ട്. അറിയപ്പെടുന്ന അനേകം ക്ഷേത്രങ്ങൾ പാണത്തൂരിൽ കാണുവാൻ പറ്റും. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും തുളൂർ വനം ക്ഷേത്രവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളാണ്. ഭഗവതി ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവം നടക്കാറുണ്ട്. തെയ്യവും ഇവിടെ അരങ്ങേറാറുണ്ട്. ധാരാളം തീർത്ഥാടകർ ഈ ക്ഷേത്രങ്ങൾ കാണുവാൻ പാണത്തൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള മുസ്ലിം സമുദായം വളരെ ആക്റ്റീവാണ്. ടൗണിൽ ഒരു ജുമാ മസ്ജിദും അതുപോലെ പരിസര പ്രദേശങ്ങളിൽ വേറെയും പള്ളികളും കാണാനുണ്ട്. പാണത്തൂരിലെ ദർഗ വലിയ പേരെടുത്തു കഴിഞ്ഞു. ധാരാളം തീർത്ഥാടകർ ഈ ദർഗ കാണുവാൻ വരുന്നുണ്ട്. കൊല്ലാകൊല്ലങ്ങളിൽ ഇവിടെ ഉറൂസ് നടത്താറുണ്ട്. ദർഗയും മദ്രസയും സ്കൂൾ നടത്തുന്നത് ഒരേ കമ്മിറ്റി തന്നെയാണ്. അതുപോലെ പാണത്തൂരിലെ സെൻറ്റ് മേരീസ് ക്രിസ്ത്യൻ പള്ളി ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമാണ്. ഇവിടെ ഒരു ചെറിയ സ്കൂളും അവർ നടത്തുന്നുണ്ട്.
പനത്തടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഭാഗത്തുള്ള ആളുകളുടെ ബാങ്കിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. കാഞ്ഞങ്ങാട്ടേക്കും കർണാടകയിലേക്കും ധാരാളം ബസ്സുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. നഗരത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കുന്നു. പണത്തൂർ പ്രദേശത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരുവാൻ ഓട്ടോറിക്ഷകൾ സഹായിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി വളരെ ഊർജ്ജസ്വലരാണ് പണത്തൂരിലുള്ള ആളുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും കോൺഗ്രസും ഇവിടെയുണ്ട്. പാണത്തൂരിൽ നിന്ന് കർണാടകയിലേക്കുള്ള റോഡ് ഭാഗമണ്ഡലം പട്ടണം വഴി കടന്നു പോകുന്നു. ഇവിടെ നിന്ന് സുള്ളിയിലേക്ക് 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. സുള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പാണത്തൂർക്കാർക്ക് എളുപ്പത്തിൽ മൈസൂരിലും ബാംഗ്ലൂരിലും എത്തിച്ചേരാൻ പറ്റും. മടിക്കേരി പട്ടണത്തോടുള്ള അടുപ്പം മൂലം ധാരാളം കർണാടകക്കാർ പാണത്തൂരിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയിലേക്ക് ഇവിടെ നിന്ന് 32 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നിബിഡ വനത്തിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കാഞ്ഞങ്ങാട്ടിൽ നിന്നും പാണത്തൂരിലേക്കുള്ള റോഡ് ഏഴാമ്പൊയിൽ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു. അടുത്തതായി തട്ടുമ്മൽ ഗ്രാമം കാണുവാൻ പറ്റും. അതിനുശേഷമാണ് അട്ടേങ്ങാനം ഗ്രാമം. ഒടയഞ്ചാൽ പട്ടണമാണ് പിന്നീട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം ചുള്ളിക്കര ഗ്രാമം കാണുവാൻ പറ്റും. അതിനുശേഷമാണ് രാജപുരം പട്ടണം കാണുന്നത്. പിന്നീട് മുണ്ടോട്ട് ഗ്രാമമാണ്. മുണ്ടോട്ട് കഴിഞ്ഞാൽ കള്ളാർ പട്ടണത്തിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നീട് മാലക്കല്ല് ഗ്രാമത്തിലും അതിനുശേഷം കോഴിച്ചാൽ പട്ടണത്തിലും എത്തിച്ചേരാൻ പറ്റും. കോഴിച്ചാൽ കഴിഞ്ഞാൽ ചെറുപനത്തടിയും പിന്നീട് പനത്തടി പട്ടണവുമാണ്. പനത്തടി കഴിഞ്ഞാൽ ബളാന്തോട് വഴി പാണത്തൂരിൽ എത്തിച്ചേരുന്നു. പാണത്തൂരിൽ നിന്ന് കാസർഗോഡിലേക്ക് നേരിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബളാന്തോട് വഴിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു താവളമാണ് ബളാന്തോട് പട്ടണം. ബളാന്തോട് കഴിഞ്ഞാൽ ബന്തെടുക്ക എന്ന മലയോര പട്ടണത്തിൽ എത്തിച്ചേരാൻ പറ്റും. ധാരാളം മലഞ്ചരക്ക് വ്യാപാരം നടക്കുന്ന ഒരു പട്ടണമാണ് ബന്തെടുക്ക. അതിനുശേഷം പടപ്പ് ഗ്രാമത്തിലും പിന്നീട് നെല്ലിത്താവ് ഗ്രാമത്തിലും എത്താൻ പറ്റും. അതിനുശേഷമാണ് കുറ്റിക്കോൽ പട്ടണവും കാനത്തൂർ ഗ്രാമവും കാണാൻ പറ്റുന്നത്. കാനത്തൂർ കഴിഞ്ഞാൽ ബോബിക്കാനം ജംഗ്ഷനിൽ എത്തിച്ചേരുകയും ചെർക്കള വഴി കാസർഗോഡുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പട്ടണമാണെങ്കിലും പാണത്തൂരിൽ ടൂറിസ്റ്റുകൾ വരുന്നത് കുറവാണ്. അതുകൊണ്ട് ഒരു ലോഡ്ജ് മാത്രമേ ഇവിടെയുള്ളൂ. 600 രൂപയ്ക്ക് നല്ല മുറികൾ കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഉയർന്ന ടൂറിസം സാധ്യതകളുള്ള ഒരു നഗരമാണ് പാണത്തൂർ. തൊട്ടടുത്തുള്ള റാണിപുരം കുന്നുകൾ കാണുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കള്ളാറിലുള്ള പൗരാണികമായ ക്ഷേത്രവും പെരുന്തടി പോലെയുള്ള മനോഹരമായ പ്രദേശങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ്. നിമ്നോന്നതമായ ഭൂപ്രകൃതി പാണത്തൂരിനെ വളരെ ഫോട്ടോജനിക്കാക്കി മാറ്റിയിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാണത്തൂർ പട്ടണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ മാത്രം ഇടതിങ്ങിയ വനങ്ങളും പുഴകളും തടാകങ്ങളും അരുവികളും ഇവിടെയുണ്ട്. പാണത്തൂരിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഞങ്ങൾ ഈ നഗരത്തിലെ ടാക്സി ഡ്രൈവർ അനീഷിനോട് സംസാരിച്ചു. നമുക്ക് ഇവിടെ വരുന്നത് ഒരു ഹിൽ ഹൈ റേഞ്ച് ടൂറിസമാണ്. പ്രകൃതി ഭംഗി. അത് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്. റാണിപുരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പോയി കർണാടകമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൂർഗ് വൺ ഡേ ട്രിപ്പ്. അധികം കൂർഗ് ഡെസ്റ്റിനേഷനാണ്. കൂർഗ് തലക്കാവേരി, പിന്നെ നമ്മൾ മടിക്കേരി, രാജാസീറ്റ്, അബി ഫാൾസ്, കുശാനഗർ പോയി കഴിഞ്ഞാൽ പാമ്പ് ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ. പിന്നെ ഈ റാണിപുരത്തേക്ക് ഇതുവഴിക്കാണ് വരിക. ഇവിടുന്ന് ഇപ്പോൾ കർണാടക സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പാണത്തൂർന്ന് 5 കിലോമീറ്റർ ഉണ്ട്, ഷോർട്ട് വഴിയുണ്ട്. കേരളത്തിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ പനത്തടി നിന്ന് ഒരു 9 കിലോമീറ്റർ ആണ് ഇവിടത്തേക്ക്. വേറെ വഴിയില്ല, 2 വഴിയുണ്ട്. അതെ. അത് ഞായറാഴ്ചകളിൽ 3000 വരെ റാണിപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷനുകളിൽ 3000 ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ചെറിയൊരു കുറവുണ്ട്. എന്നാലും മഴക്കാലത്താണ് ഭംഗി കൂടുതൽ. അപ്പോൾ ആൾക്കാർ പിന്നെ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം
നമ്മളെ ഈ ഭാഗത്ത് ടൂറിസ്റ്റ് മേഖലയോട് ചെറിയൊരു തണുപ്പ മട്ടാണ് ഒരു പോരാ. കാരണം വെച്ചാൽ ഇതൊരു കർണാടക സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ അവർ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടൂറിസം നമ്മൾ മൈസൂർ കാര്യങ്ങൾ പോയി കഴിഞ്ഞെങ്കിൽ അവർ അതിലുള്ള ഫെസിലിറ്റീസ് കുറവാണ്. ഒരുപാട് സാധ്യതകൾ. അതേപോലെ നമുക്ക് സഞ്ചാരികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയ എന്തെങ്കിലും റോപ്പ് വേ, അതേപോലെ പാരാഗ്ലൈഡിങ്, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതെല്ലാം അത്യാവശ്യം എന്ന രീതിയിൽ നല്ല രീതിയിൽ മേക്കപ്പ് എടുത്തെങ്കിൽ ആൾക്കാർ കൂടുതൽ വരും. ഓക്കെ, താങ്ക് യു.